പ്രിയമുള്ളവരെ, ഏതൊരു യുദ്ധത്തിൻ്റെയും ആത്യന്തിക വിജയമെന്ന് പറയുന്നത് പരാജയം തന്നെയാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ള, കേട്ടറിഞ്ഞിട്ടുള്ള എല്ലാ യുദ്ധചരിത്രങ്ങളുടെയും അന്ത്യം പരാജയത്തിൻ്റെതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അത്തരം ഒരു മഹായുദ്ധത്തെ പറ്റിയാണ്. ഇൻഫർമേറ്റീവായ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ചരിത്ര സംഭവങ്ങൾ ഞാൻ വീഡിയോയിലൂടെ അനാവരണം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം. മനുഷ്യ മനസ്സുകളിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. 1914 ആ ജൂൺ മാസം യൂറോപ്പ് അതിൻ്റെ രാഷ്ട്രീയ ചൂളയിൽ തിളച്ചു മറിയുകയായിരുന്നു. മഹായുദ്ധം എന്നൊരു ദുരന്തം തുടങ്ങിയിട്ട് ഇന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അതിൻ്റെ ആരംഭത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ വെറും രാഷ്ട്രീയ ഉടമ്പടികളോ സാമ്രാജ്യത്വ മോഹങ്ങളോ മാത്രമായിരുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വ്യക്തിഗതമായ പോരാട്ടങ്ങളും ഒരു സമൂഹം മുഴുവൻ അനുഭവിച്ച നിരാശയും പുതിയ ലോകത്തിനു വേണ്ടിയുള്ള അത്യധികം വിഭ്രാന്തി നിറഞ്ഞ ആഗ്രഹങ്ങളുമായിരുന്നു ആ വെടിമരുന്നിന് തിരികൊളുത്തിയത്. ആധുനിക യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഭീകരത അറിയാതെ യൂറോപ്പ് ഒരു പടപ്പുറപ്പാടിന് തയ്യാറെടുക്കുമ്പോൾ 1914 ഓഗസ്റ്റ് സ്പിരിറ്റ് എന്ന പ്രതിഭാസം ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു. യുദ്ധത്തെ ഒരു ശുദ്ധീകരണ ശക്തിയായി കണക്കാക്കിയ ഒരു ജനതയുടെ കഥയാണിത്. ബുദ്ധിജീവികളും എഴുത്തുകാരും കലാകാരന്മാരും അടങ്ങുന്ന വലിയൊരു വിഭാഗം യുദ്ധം തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് വിശ്വസിച്ച് ദീർഘകാലത്തെ സമാധാനം സൃഷ്ടിച്ച് സാമൂഹികവും ദേശീയവുമായ സംഘർഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് അവർ ഈ ആഹ്വാനത്തെ കണ്ടത്. ജർമ്മൻ ചക്രവർത്തി വില്യം രണ്ടാമൻ ഞാനിനി പാർട്ടികളെ അറിയുന്നില്ല, ജർമ്മൻകാരെ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ദേശീയതയുടെ ആവേശം അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. എന്നാൽ ഈ ആവേശം യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതിർത്തികൾക്കപ്പുറം കാനഡ പോലുള്ള രാജ്യങ്ങളിൽ പോലും യുദ്ധത്തെ ഒരു റൊമാൻറ്റിക് സാഹസികതയായി ചിത്രീകരിക്കുന്ന സ്കൂൾ പാഠപുസ്തകങ്ങളും കവിതകളും യുവാക്കളെ സ്വാധീനിച്ചു. ചിലർക്ക് ഇത് ദിനംപ്രതി ചെയ്യുന്ന ജോലിയുടെ മടുപ്പിൽ നിന്നുള്ള താൽക്കാലിക രക്ഷയായിരുന്നു. മറ്റു ചിലർ കാനഡയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്പത്തിക മാധ്യത്തിൽ നിന്നുള്ള മോചനം പ്രതീക്ഷിച്ചു. നല്ല ജോലികൾ ഉപേക്ഷിച്ചാണ് പലരും സൈന്യത്തിൽ ചേർന്നത്. അതായത് ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയിലേക്ക് മനുഷ്യർ ഒഴുകിയെത്തിയത് അത് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന വിചിത്രമായ മിഥ്യാബോധത്തോടെയായിരുന്നു. പഴയ മടുത്ത ലോകത്തിൽ നിന്ന് രക്ഷ നേടാൻ യുദ്ധത്തെ ആശ്രയിച്ച യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഈ വിഭ്രാന്തിയാണ് പിന്നീട് കിടങ്ങുകളിലെ ഭീകരതയിൽ ആഘാതത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചത്. സമാധാനം നിലനിർത്താനായി രൂപം കൊണ്ട രാഷ്ട്രീയ സംവിധാനങ്ങൾ സ്വന്തം ജനതയുടെ അസംതൃപ്തിയിൽ നിന്ന് രക്ഷ നേടാനായി യുദ്ധത്തിലേക്ക് ചാടിയത് ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി ഇന്നും അവശേഷിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് നേരിട്ട് തിരികൊളുത്തിയ സംഭവം ആസ്ട്രിയൻ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകമാണല്ലോ. എന്നാൽ ഈ വ്യക്തിയുടെ ജീവിതം പരിശോധിച്ചാൽ യൂറോപ്പിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധികൾ അയാളുടെ വ്യക്തിപരമായ ദുരന്തങ്ങളുമായി എങ്ങനെ കെട്ടിപ്പിണഞ്ഞു കിടന്നു എന്ന് മനസ്സിലാകും. ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ വ്യക്തിത്വം രൂപപ്പെട്ടത് ക്ഷയരോഗത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതിലൂടെയും തുല്യതയില്ലാത്ത കൗണ്ടസ് സോഫി ടോട്ടുക്കിനെ വിവാഹം കഴിക്കാനുള്ള തീവ്രമായ പോരാട്ടത്തിലൂടെയുമാണ്. ഈ പോരാട്ടങ്ങൾ
അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കൂടുതൽ കടുപ്പമുള്ളതാക്കി. സോഫിയയോടുള്ള അളവറ്റ സ്നേഹം നിലനിർത്താൻ അദ്ദേഹം ഹാബ്സ്ബർഗ് രാജകുടുംബത്തിന് മുന്നിൽ വെച്ച് തൻ്റെ മക്കളുടെ കിരീടാവകാശങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കേണ്ട ഒരു അവഹേളനപരമായ ചടങ്ങിന് വിധേയനാകേണ്ടി വന്നു. അതിനുശേഷവും ദുരിതങ്ങൾക്ക് കുറവുണ്ടായില്ല. രാജകീയ പ്രോട്ടോകോൾ അനുസരിച്ച് ഓസ്ട്രിയയിലെ ആർച്ച് ഡ്യൂക്ക് പദവി ലഭിച്ചിട്ടും ഔദ്യോഗിക ചടങ്ങുകളിൽ സോഫിയയ്ക്ക് ഭർത്താവിനോടൊത്ത് നിൽക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിക്കപ്പെട്ട് ഒരു ഭാര്യാഭർത്താക്കന്മാരായി അവർക്ക് ലോകത്തിനു മുന്നിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞ അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു 1914 ജൂൺ 28 സരയാവോയിലെ ആ യാത്ര. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്രാജ്യത്തെ ചട്ടക്കൂടുകൾ തകർത്തുകൊണ്ട് പ്രണയം പ്രോട്ടോകോളിന് വിജയിച്ച ആ ദിവസം സർവ്വദേശീയവാദിയായ ഗബ്രിയേലോ പ്രിൻസിപ്പിന്റെ വെടിയേറ്റ് ആ പ്രണയം ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി. ഈ കൊലപാതകത്തെ കേവലം രാഷ്ട്രീയ പ്രതികാരമായി മാത്രം കാണാൻ സാധിക്കുകയില്ല. യൂറോപ്പിന്റെ വിധി നിർണയിച്ച ആ വെടിയുണ്ടകൾ വ്യക്തിപരമായ പോരാട്ടങ്ങളാൽ രൂപപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രോട്ടോകോളുകളെ മറികടന്ന ഒരു പ്രണയകഥയുടെ അവസാന നിമിഷത്തിലാണ് സംഭവിച്ചത്. ഫെർഡിനാൻഡിന്റെ വ്യക്തിപരമായ ദുരന്തവും ആഗോള ദുരന്തവും തമ്മിലുള്ള ഈ വൈകാരിക ബന്ധം സാമ്രാജ്യത്വ ഘടനയുടെ പുതിയ ദേശീയ ഉണർവിന്റെയും തീവ്രമായ കൂട്ടിയടിയായി നമുക്ക് കാണാം. വെടിയുതിർത്ത ഗബ്രിയേലോ പ്രിൻസിപ്പിന്റെ മാനസികാവസ്ഥ പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഓസ്ട്രോ ഹംഗേറിയൻ ഭരണത്തിൽ കടുത്ത അതൃപ്തനായിരുന്ന പ്രിൻസിപ്പിന്റെ ലക്ഷ്യം തന്റെ മാതൃരാജ്യത്തെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതായിരുന്നു. നിക്കോളാസ് ചെർനിഷ്കവ്സ്കി, പീറ്റർ ക്രോപ്ടോപ്കിൻ തുടങ്ങിയ വിപ്ലവകാരികളുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ഈ യുവാവ് 1911 തന്നെ ഓസ്ട്രോ ഹംഗേറിയൻ അധികാരികൾക്കെതിരായ പ്രകടനങ്ങളിൽ പങ്കെടുത്തതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. തൻ്റെ പ്രവൃത്തിയിലൂടെ ഒരു പുതിയ ലോകം പിറക്കുമെന്ന വിശ്വാസം അയാളിൽ ശക്തമായിരുന്നു. കൊലപാതകത്തിന് ശേഷം നടന്ന വിചാരണയിൽ പ്രിൻസിപ്പ് ഒട്ടും കുറ്റബോധമില്ലാതെ തൻ്റെ ലക്ഷ്യം ജനങ്ങളെ മോചിപ്പിക്കുക മാത്രമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞു. എന്നാൽ ഇവിടെയാണ് ചരിത്രത്തിലെ മറ്റൊരു വിചിത്രമായ വിരോധാഭാസം സംഭവിക്കുന്നത്. ലോകത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഈ വ്യക്തിക്ക് വധശിക്ഷ ലഭിച്ചില്ല. കാരണം കൊലപാതകം നടക്കുമ്പോൾ പ്രിൻസിപ്പിന് 20 വയസ്സ് തികയാൻ 27 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓസ്ട്രോ ഹംഗേറിയൻ നിയമമനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് വധശിക്ഷ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ പരമാവധി ശിക്ഷയായ 20 വർഷം തടവാണ് ഒക്ടോബർ 28, 1914 അയാൾക്ക് വിധിച്ചത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് തിരകൊടുത്തിയ ഒരാൾ നിയമത്തിലെ ഒരു പഴുതിലൂടെ ജീവൻ നിലനിർത്തി. തൻ്റെ സ്വാതന്ത്ര്യ വാഞ്ചയ്ക്കു വേണ്ടി അയാൾ ലക്ഷ്യമിട്ടത് ഒരു വ്യക്തിയെ ആയിരുന്നു. എന്നാൽ അയാളുടെ പ്രവൃത്തിയുടെ ഫലമായി കൊല്ലപ്പെട്ടത് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഒരു ചെറിയ നിയമപരമായ സംരക്ഷണം നേടിയ അയാൾ ജയിലറയ്ക്കുള്ളിൽ വേദനിച്ചു മരിച്ചപ്പോൾ പുറത്ത് അയാൾ കാരണമുണ്ടാക്കിയ ദുരന്തം 4 വർഷം യൂറോപ്പിനെ വിഴുങ്ങി. ആഗസ്റ്റ് മാസത്തിൽ ആർപ്പ് വിളിച്ചും പുഷ്പങ്ങൾ എറിഞ്ഞും യുദ്ധത്തിലേക്ക് പോയ യുവാക്കൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം കണ്ടു. അത് യൂറോപ്പിൻ്റെ വെസ്റ്റേൺ ഫ്രണ്ടിലെ കുഴിച്ചുണ്ടാക്കിയ മൺകൂനകൾ, കിടങ്ങുകൾ ആയിരുന്നു. 1 കിലോമീറ്റർ പോലും മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങാതെ മാസങ്ങളോളം പരസ്പരം നോക്കി ചെളിയിലും പേനിലും തണുപ്പിലും കിടക്കേണ്ടി വന്ന മനുഷ്യന്റെ ദുരന്ത അവസ്ഥ. കിടങ്ങുകളിലെ ജീവിതം ഒരു ശാശ്വതമായ പേടി സ്വപ്നം ആയിരുന്നു എന്നാണ് ഡാർണലെസിൽ നിന്നും മടങ്ങിയെത്തിയ ഒരു സൈനികൻ കുറിച്ചത്. ഇത് വെറും ഭയം മാത്രമായിരുന്നില്ല, മറിച്ച്
അണുബാധയും യുദ്ധത്തിൻ്റെ മടിപ്പിക്കുന്ന വിരസതയും നിരന്തരമായ ബോംബ് ആക്രമണങ്ങളും ചേർന്ന ഒരു ഭീകരമായ അവസ്ഥയായിരുന്നു. ഡാമഡ് ഗ്രേറ്റ് ബോംബുകൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് ദിവസങ്ങൾ തള്ളി നീക്കിയത്. ഈ സ്ഥലങ്ങൾ വളരെ ശൂന്യമായ ഒരിടം ആയിരുന്നു. മനുഷ്യൻ്റെ മനസ്സ് ഭീകരതയുടെ ആഴത്തിലും പ്രതീക്ഷയുടെ ചെറിയ തരികൾ തേടും. അത്രയും ഭീകരമായ സാഹചര്യത്തിൽ സൈനികർ സാധാരണ ജീവിതത്തിൻ്റെ തുമ്പുകൾ നിലനിർത്താൻ ശ്രമിച്ചു. ചിലർ ഒരു ഫുട്ബോൾ കളി നടത്തി, മറ്റു ചിലർ കൂടുകളിൽ കാനറികളെ വളർത്തി. ഈ കാനറികൾക്ക് ഒരു പ്രത്യേക ദൗത്യം ഉണ്ടായിരുന്നു. വിഷവാതകം വരുമ്പോൾ ആദ്യം മരിക്കുന്നത് അവരായിരിക്കും. അങ്ങനെ മനുഷ്യന് മുന്നറിയിപ്പ് നൽകും. മരണത്തിൻ്റെയും നാശത്തിൻ്റെയും മധ്യത്തിൽ ഫുട്ബോൾ കളിക്കുന്നതും കാനറികളെ വളർത്തുന്നതും എന്തിനാണ്? യുദ്ധത്തിൻ്റെ ഭീകരതയെ അതിജീവിക്കാൻ മനുഷ്യൻ സ്വീകരിച്ച ഒരു മാനസിക പ്രതിരോധമാണിത്. തൻ്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സൈനികർ നടത്തിയ തീവ്ര ശ്രമങ്ങളാണ് ഈ ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വീടുകളിൽ നിന്നുള്ള കത്തുകളിലും അവർ ആശ്വാസം കണ്ടെത്തി. കാനഡയിലെ ആംബുലൻസ് ഡ്രൈവറായിരുന്ന ഒരു സൈനികൻ്റെ അവസ്ഥ കുടുംബം ഇങ്ങനെ സംഗ്രഹിച്ചു. 1 മുതൽ 17 വയസ്സ് ഈ കൃഷിയിടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. 17 മുതൽ 19 വയസ്സ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ മാംസവണ്ടി ഡ്രൈവർ. 19 മുതൽ 75 വയസ്സ് ഈ കൃഷിയിടം വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. യുദ്ധം അവരിൽ അത്രയേറെ ആഘാതമുണ്ടാക്കിയിരുന്നു. കിടങ്ങുകളിലെ പ്രതിരോധം ഭേദിക്കാൻ പാരമ്പര്യ ആയുധങ്ങൾക്കും കാലാൾപ്പടകൾക്കും കഴിയാതെ വന്നപ്പോഴാണ് ബ്രിട്ടൻ ഒരു പുതിയ യന്ത്രഭീകരനെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ടാങ്കുകൾ. വെസ്റ്റേൺ ഫ്രണ്ടിലെ ഷെൽക്കുഴികളിലും മുള്ളുവേലികളിലും കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കവചിത വാഹനം എന്ന ആശയത്തിൽ നിന്നാണ് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ നേതൃത്വത്തിൽ ലാൻഡ്ഷിപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. തുടക്കത്തിൽ ഇവ വളരെ ഭാരമേറിയ വസ്തുക്കൾ ആയിരുന്നു. യന്ത്രപരമായി ഇവ ദുർബലവുമായിരുന്നു. എങ്കിലും കിടങ്ങുകൾ മറികടക്കാനും ആർട്ടിലറികൾക്ക് തകർക്കാൻ കഴിയാതിരുന്ന മുള്ളുവേലികൾ ചതച്ചരച്ച് മുന്നോട്ടു പോകാനും ടാങ്കുകൾക്ക് കഴിഞ്ഞിരുന്നു. സൈനികർ ടാങ്കിനെ പിന്തുടർന്ന് ആക്രമണം നടത്തി. ആദ്യമായി ടാങ്കുകൾ കണ്ട ജർമ്മൻ സൈനികരെ ഇത് വളരെയധികം ഭയപ്പെടുത്തി. എന്നാൽ ടാങ്കുകൾ യുദ്ധത്തിൻ്റെ ഗതി തൽക്ഷണം മാറ്റിയെഴുതിയോ? ഇല്ല. ഒറ്റയ്ക്ക് അവ ദുർബലമായിരുന്നു. 1917 കംബ്രായി യുദ്ധത്തിൽ കാലാൾപ്പടയുടെ മുന്നേറ്റം, ടാങ്കുകൾ, വ്യോമ നിരീക്ഷണത്തിലൂടെയുള്ള ആർട്ടിലറി ആക്രമണം എന്നിവ സംയോജിച്ചപ്പോഴാണ് അവയുടെ പൂർണ്ണ സാധ്യത പ്രയോജനപ്പെടുത്താനായത്. ഒന്നാം ലോക മഹായുദ്ധത്തെ നിർവചിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് സാങ്കേതിക വികസനവും തന്ത്രപരമായ വികസനവും തമ്മിലുള്ള വലിയ വിടവായിരുന്നു. വ്യാവസായ വിപ്ലവത്തിന് ശേഷം ആധുനിക ആയുധങ്ങൾ കയ്യിൽ വന്ന സൈനിക മേധാവികൾക്ക് അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലായിരുന്നു. ടാങ്കുകൾ യുദ്ധം ജയിപ്പിക്കുന്ന ഒരു അന്തിമ ആയുധമായിരുന്നില്ല, മറിച്ച് യുദ്ധത്തിൻ്റെ വ്യാവസായികവൽക്കരണത്തിൻ്റെയും മാനുഷിക ശക്തിയെ യന്ത്രശക്തിയിലേക്ക് മാറ്റിയതിൻ്റെയും പ്രതീകമായിരുന്നു. പഴയ തന്ത്രങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾക്കെതിരെ പരാജയപ്പെട്ടതിൻ്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു വെസ്റ്റേൺ ഫ്രണ്ട്. കിടങ്ങുകളിൽ കാലാൾപ്പട നേരിട്ട മറ്റൊരു നിശബ്ദ ഭീകരൻ വിഷവാതകങ്ങളായിരുന്നു. ഈ വാതകങ്ങൾ ശാരീരിക മുറിവുകൾ മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിനെ എന്നേക്കുമായി തളർത്തിക്കളയുന്ന മുറിവും നൽകി. യുദ്ധം മനുഷ്യൻ്റെ ശരീരത്തെ മാത്രമല്ല, അവൻ്റെ അടിസ്ഥാനപരമായ മാനസിക സുരക്ഷയെയും എങ്ങനെ തകർത്തു എന്ന് വിഷവാതകങ്ങളുടെ ഉപയോഗം നമുക്ക് കാണിച്ചു തരുന്നു. ക്ലോറിൻ, ഫോസ്ജീൻ, മസ്റ്റാർഡ് എന്നീ രാസായുധങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പ്രധാനമായും ഉപയോഗിച്ചത്. 1915 ഏപ്രിൽ 22 ബെൽജിയത്തിലെ യപ്രസിൽ വെച്ചാണ് ആദ്യമായി ജർമ്മൻ സൈന്യം
ക്ലോറിൻ വാതകം വലിയ തോതിൽ പ്രയോഗിച്ചത്. 6000 സിലിണ്ടറുകളിൽ നിന്ന് 150 ടൺ വാതകമാണ് അന്ന് പുറത്തുവിട്ടത്. ഏകദേശം 3000 സഖ്യകക്ഷി സൈനികർക്ക് അന്ന് പരിക്കേൽക്കുകയും 800 പേർ മരിക്കുകയും ചെയ്തു. ഈ രാസായുധങ്ങളുടെ ഒരു പ്രത്യേകത അവയുടെ മരണനിരക്ക്, അതായത് മോർട്ടിലിറ്റി റേറ്റ് താരതമ്യേന കുറവായിരുന്നെങ്കിലും രോഗാതുരത, അതായത് മോർബിഡിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു എന്നതാണ്. ക്ലോറിൻ, ഫ്ലോക്സ്ജീൻ വാതകങ്ങൾ ശ്വാസകോശത്തിന് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഏറ്റവും ഭീകരമായിരുന്നത് സൾഫർ മസ്റ്റാർഡ് ആയിരുന്നു. ഒരു വൈസിക്കൻഡ് അഥവാ സമ്പർക്കത്തിലൂടെ കുമിളകൾ ഉണ്ടാകുന്ന രാസവസ്തുവാണ് ഇത്. ചർമ്മം, കണ്ണ്, ശ്വാസനാളം എന്നിവിടങ്ങളിൽ പരിക്കേൽപ്പിച്ചു. ഇതിൽ നിന്ന് രോഗമുക്തി നേടാൻ ആഴ്ചകളോ മാസങ്ങളോ വേണ്ടി വന്നു. വിഷവാതകങ്ങൾ നേരിട്ടുള്ള മരണത്തേക്കാൾ വലുതായ ഒരു മാനസിക ആഘാതമാണ് സൈനികരിൽ ഉണ്ടാക്കിയത്. വാതകങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ഭയം സൈനികർക്കിടയിൽ സൈക്കോ ന്യൂറോസിസ് അല്ലെങ്കിൽ ഗ്യാസ് ഫ്രൈറ്റ് എന്ന അവസ്ഥയിലേക്ക് നയിച്ചു. പലപ്പോഴും സൈനികർക്ക് വാതകമേറ്റതായി സ്വയം തെറ്റിദ്ധാരണയുണ്ടാക്കി. മരണനിരക്ക് കുറവാണെങ്കിലും വ്യാപകമായ ഈ പരിഭ്രാന്തി കാരണം ആശുപത്രികളിലെ ചികിത്സാഭാരം കുത്തനെ വർദ്ധിച്ചു. എന്നാൽ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ അദൃശ്യ മുറിവ് ഷെൽ ഷോക്ക് ആയിരുന്നു. ആധുനിക യുദ്ധത്തിൻ്റെ തീവ്രമായ സമ്മർദ്ദം മനുഷ്യന്റെ നാഡീവ്യൂഹത്തെ എങ്ങനെ തകർക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഇത്. സംസാരശേഷി നഷ്ടപ്പെടുക, കേൾവിശക്തി നഷ്ടപ്പെടുക, ശരീരത്തിന് നിയന്ത്രണമില്ലാതെ വിറയലുണ്ടാകുക തുടങ്ങിയ ശാരീരിക ലക്ഷണങ്ങളായിട്ടാണ് ഈ മാനസിക ആഘാതം പ്രകടമായത്. ഒരു ഓസ്ട്രേലിയൻ സൈനികൻ തൻ്റെ അനുഭവം ഇങ്ങനെ കുറിച്ചു: 2 ബോംബുകൾ എൻ്റെ തലയുടെ ഉള്ളിൽ പൊട്ടിയതുപോലെ തോന്നി. എനിക്ക് വിളിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല, കൂട്ടുകാരെ കേൾക്കാനുമായില്ല. മറ്റൊരു കേസിൽ കടുത്ത ഭയം കാരണം സംസാരിക്കാൻ കഴിയാത്ത ഒരു സൈനികൻ തൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം കാണിച്ചിട്ട് അവരുടെ വിലാസം കഷ്ടപ്പെട്ട് എഴുതി കാണിക്കുകയാണ് ചെയ്തത്. ഈ സൈനികർ യുദ്ധാനന്തരം നേരിട്ട വിധി അവരുടെ മുറിവിനേക്കാൾ വേദനാജനകമായിരുന്നു. യുദ്ധമനഃശാസ്ത്രജ്ഞർ ഈ അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ പാടുപെട്ടു. പലപ്പോഴും ഇത്തരക്കാരെ യുദ്ധം ചെയ്യാൻ അപ്രാപ്തരായ സൈനികരായി കണക്കാക്കി. ന്യായമായ ചികിത്സയ്ക്കും പെൻഷനും വേണ്ടി അവർ യൂറോപ്പിലാകെ പ്രതിഷേധിക്കേണ്ടി വന്നു. ഭരണകൂടം ഇവരെ ഭീരുക്കളായി കണക്കാക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ധീരത നഷ്ടപ്പെട്ടവരായി മുദ്രകുത്തുകയോ ചെയ്തു. ഇത് യുദ്ധത്തിലെ ശാരീരിക മുറിവിനേക്കാൾ വലിയ സാമൂഹിക നിരാകരണമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കഥ പറയുമ്പോൾ പലപ്പോഴും യൂറോപ്യൻ കിടങ്ങുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ ഈ മഹായുദ്ധം ഒരു ലോകമഹായുദ്ധം, അതായത് സാമ്രാജ്യങ്ങളുടെ അജ്ഞാനവർത്തികളായി ലോകമെമ്പാടും പോരാടിയ ലക്ഷക്കണക്കിന് കോളനി സൈനികർ കാരണമാണ്. യൂറോപ്പിന് പുറത്ത് ഈ യുദ്ധഭൂമികളിലെ ത്യാഗവും അതിജീവനവും പലപ്പോഴും ചരിത്രത്തിൽ നിന്ന് വിസ്മരിപ്പിക്കപ്പെട്ടു. ഇതാണ് ആരും പറയാത്ത കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു വേണ്ടി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സൈനികരുടെ സംഭാവനകൾ എത്ര വലുതായിരുന്നുവെന്ന് ചരിത്രം വേണ്ടത്ര രേഖപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 1.3 ദശലക്ഷത്തിലധികം ഇന്ത്യൻ സൈനികരാണ് വിദേശത്ത് സേവനമനുഷ്ഠിച്ചത്. ഇതിൽ 75,000-ലധികം പേർ കൊല്ലപ്പെട്ടു. യൂറോപ്പിലെ വെസ്റ്റേൺ ഫ്രണ്ടിൽ മാത്രമല്ല, മെസൊപ്പൊട്ടേമിയ, ഗാലിപ്പോളി, ഈസ്റ്റ് ആഫ്രിക്ക, പാലസ്തീൻ എന്നിവിടങ്ങളിലും അവർ പോരാടി. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 1914 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ബ്രിട്ടീഷ് പ്രതിരോധ രേഖയുടെ 1/3 ഭാഗം ഇന്ത്യൻ സൈനികരാണ് കാത്തു സൂക്ഷിച്ചത്. ഇന്ത്യൻ സൈന്യം ഇല്ലായിരുന്നെങ്കിൽ ബ്രിട്ടന് 1ഉം 2ഉം ലോക മഹായുദ്ധങ്ങളെ അതിജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് ഫീൽഡ് മാർഷൽ സർ ക്ലോഡ് ഓച്ചിൻലേക്ക് പോലും സമ്മതിച്ചു. എന്നാൽ അവരുടെ സേവനത്തിൽ ലഭിച്ച പ്രതിഫലമോ
കടുത്ത വർണ്ണവിവേചനവും അവഗണനയുമായിരുന്നു. വെള്ളക്കാരായ സൈനികരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ സൈനികർക്ക് വേതനം കുറവായിരുന്നു. ശാരീരിക ശിക്ഷകൾ, ഉയർന്ന കമാൻഡ് സ്ഥാനങ്ങൾ നിഷേധിക്കൽ, അതുപോലെ ഹോം ലീവ് കിട്ടാതിരിക്കൽ എന്നിവ അവർ നേരിട്ടു. ക്യാമ്പുകളിലും ട്രെയിനുകളിലും കപ്പലുകളിലും അവർ വർഗീയമായി വേർതിരിക്കപ്പെട്ടു. തങ്ങളുടെ ദുരിതങ്ങൾ ബ്രിട്ടീഷ് അധികാരികളോട് തുറന്നു പറയാൻ അവർ ഭയപ്പെട്ടിരുന്നു. കാരണം ഏതൊരു വിയോജിപ്പിനും കടുത്ത ശിക്ഷ ലഭിക്കാമെന്ന് അവർക്കറിയാമായിരുന്നു. ഞങ്ങൾ അടിമകളായിരുന്നു എന്ന് 80-ാം വയസ്സിൽ അഭിമുഖം നൽകിയ ഒരു ഇന്ത്യൻ സൈനികൻ സാക്ഷ്യപ്പെടുത്തി. മറ്റൊരു സൈനികൻ വെള്ളക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഭയത്തിൻ്റെ തിരശീല നിലനിന്നിരുന്നു എന്ന് പറഞ്ഞു. ഈ വർണ്ണവിവേചനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ആന്തരിക പ്രേരണയ്ക്ക് തീ കൊളുത്തി. ഫ്രാൻസിലെ സ്വാതന്ത്ര്യം കണ്ടറിഞ്ഞ ഇന്ത്യൻ സൈനികർക്ക് തങ്ങൾ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരാണെന്ന ബോധം ശക്തമായി. ഈ യുദ്ധമാണ് ഇന്ത്യ സ്വതന്ത്രമാകേണ്ടതിൻ്റെ ശരിയായ പാത ഞങ്ങൾക്ക് കാണിച്ചു തന്നത് എന്ന് ഒരു സൈനികൻ പറഞ്ഞു. കോളനി സൈനികർ യൂറോപ്പിൽ പോരാടി നേടിയ അറിവ് യൂറോപ്യൻ ശക്തികളുടെ ധാർമ്മികതയെ തകർത്തു. അവരുടെ ത്യാഗം സ്വാതന്ത്ര്യത്തിനായുള്ള വിത്തായി മാറി. യുദ്ധത്തിൻ്റെ മറ്റൊരു മറക്കപ്പെട്ട അധ്യായമാണ് കിഴക്കൻ ആഫ്രിക്കയിലെ പോരാട്ടം. ഇന്നത്തെ ടാൻസാനിയ, ബുറുണ്ടി, റുവാണ്ട എന്നിവിടങ്ങളിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ജർമ്മൻ സേനയുടെ കമാൻഡറായിരുന്ന പോൾ വോൺ ലെറ്റോ വോർബെക്ക് കേവലം 14,000 പേരടങ്ങുന്ന ഒരു സൈന്യവുമായി സഖ്യകക്ഷികളുടെ 10 ഇരട്ടി സൈന്യത്തെ 4 വർഷത്തോളം പിടിച്ചു നിർത്തി. കിഴക്കൻ ആഫ്രിക്കൻ കോളനി സൈന്യമായ ഷൂട്ട്സ് ട്രൂപ്പിലെ ഭടന്മാരെയാണ് അസ്കാരികളെന്ന് വിളിച്ചിരുന്നത്. അറബിയിലും സ്വാഹിയിലുമെല്ലാം ഭടന്മാർ അല്ലെങ്കിൽ പോലീസ് എന്നാണ് ഈ വാക്കിന് അർത്ഥം. അവരുടെ പോരാട്ട വീര്യത്തിന് പേരുകേട്ടവരായിരുന്നു അവർ. ജർമ്മനി തോറ്റതിന് ശേഷം അസ്കാരി സൈനികരുടെ കൂറ് ഒരു കെട്ടുകഥയായി വളർന്നു. എന്നാൽ ഈ കൂറ് കെട്ടുകഥയ്ക്ക് പിന്നിൽ കോളനി ഭരണത്തിൻ്റെ ക്രൂരതകൾ മറച്ചുപിടിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പല അസ്കാരികളും ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്നിരുന്നു. ബ്രിട്ടൻ പിടിക്കപ്പെട്ട അസ്കാരികളെ ഉപയോഗിച്ച് പുതിയ ബറ്റാലിയനുകൾ പോലും ഉണ്ടാക്കി. പലരും കഷ്ടപ്പാടുകൾ സഹിക്കാനാവാതെ പലായനം ചെയ്യുകയും ചെയ്തു. ഏറ്റവും ദുരിതകരമായ വിധി കാത്തിരുന്നത് യുദ്ധം അവസാനിച്ച ശേഷമാണ്. ശേഷിച്ച അസ്കാരി സൈനികരെ സഖ്യകക്ഷികൾ യുദ്ധത്തടവുകാരായി തടവിലാക്കി. അവിടെ വെച്ച് പലരും ഇൻഫ്ലുവൻസ ബാധിച്ച് മരിച്ചു. തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ യാതൊരു നഷ്ടപരിഹാരമോ പിന്തുണയോ ലഭിക്കാതെ അവരെ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചയച്ചു. തൽഫലമായി ഈ വീരയോദ്ധാക്കളിൽ പലരും ദാരിദ്ര്യത്തിൽ ജീവിതം നയിക്കേണ്ടി വന്നു. ലോകമഹായുദ്ധത്തിൽ കോളനി സൈനികരുടെ ജീവന് എത്രമാത്രം വില കുറവായിരുന്നു എന്ന് ഈ അവഗണന അടിവരയിട്ട് പറയുന്നു. ഒന്നാം ലോക മഹായുദ്ധം യൂറോപ്പിനും ഓട്ടോമൻ സാമ്രാജ്യത്തിനും സമ്മാനിച്ച മറ്റൊരു വൻ ദുരന്തമായിരുന്നു 1915 ഗാലപ്പോളി ക്യാമ്പയിൻ. ഈ യുദ്ധം ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിനും ഒരു പുതിയ ദേശീയ സ്വത്വം നൽകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. 1915 ഏപ്രിൽ 25 ഓസ്ട്രേലിയൻ, ന്യൂസിലൻഡ് സൈനികരടക്കം സഖ്യകക്ഷി സൈന്യം തീരത്തേക്ക് ഇരച്ചു കയറുമ്പോൾ ഓട്ടോമാൻ പ്രതിരോധം ശക്തമായിരുന്നു. കടുത്ത ഷ്രാപ്നൽ ആക്രമണങ്ങൾക്കിടയിൽ സൈനികർ തിരക്കിൽ തീരത്തേക്ക് നീങ്ങി. ഇത് തികഞ്ഞ അരാജകത്വമായിരുന്നു, ഒരു ദുസ്വപ്നം പോലെ. തീരത്തിറങ്ങിയ സൈനികരിൽ ഒരാൾക്ക് അവിടുത്തെ അരുവിയുടെ വെള്ളത്തിന് വിചിത്രമായ രുചി അനുഭവപ്പെട്ടു. കുറച്ചു മുകളിലേക്ക് ചെന്നപ്പോൾ അയാൾ കണ്ടത് മരിച്ച ശരീരങ്ങളിൽ നിന്ന് രക്തം കലർന്ന വെള്ളം അരുവിയിലേക്ക് ഒഴുകിയെത്തുന്നതാണ്. 8 മാസത്തോളം നീണ്ടുനിന്ന ഈ പോരാട്ടത്തിൽ 44,000 സഖ്യകക്ഷി സൈനികരും 87,000 ഓട്ടോമാൻ സൈനികരും ഉൾപ്പെടെ 1,30,000-ലധികം പേർ മരിച്ചു.
സൈനികമായി ഒരു വലിയ പരാജയമായിരുന്നിട്ടും ഗാലപ്പോളി, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ ദേശീയ സ്വത്വത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. പൊതുവായ ദുരിതങ്ങളിലൂടെ അവർ തങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തി. യുദ്ധം കേവലം അതിർത്തികളോ കിടങ്ങുകളോ ഒതുങ്ങി നിന്നില്ല. അത് ഓരോ പൗരൻ്റെയും വീട്ടിലേക്ക്, അവരുടെ മനസ്സിലേക്ക്, അവരുടെ അടുക്കളയിലേക്കും ഫാക്ടറികളിലേക്കും കടന്നു ചെന്നു. ഭരണകൂടങ്ങൾ തങ്ങളുടെ ലക്ഷ്യം നേടാനായി ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം പ്രചാരണ കലയായിരുന്നു അത്. ലക്ഷക്കണക്കിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ഭരണകൂടങ്ങൾ ഉപയോഗിച്ചത് യുദ്ധത്തിൻ്റെ വീര്യത്തെക്കുറിച്ചുള്ള വാക്കുകളായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന തന്ത്രങ്ങളായിരുന്നു. പ്രചാരണ പോസ്റ്ററുകൾ യുവാക്കളിൽ കുറ്റബോധം, ഭയം, ലജ്ജ, ദേശസ്നേഹം എന്നിവ ജനിക്കാൻ ശ്രമിച്ചു. മക്കൾ നിങ്ങളോട് ചോദിക്കും, ഡാഡി, മഹായുദ്ധത്തിൽ നിങ്ങൾ എന്തു ചെയ്തു? ഈ ചോദ്യം യുവാക്കളിൽ ഉണ്ടാക്കിയ ലജ്ജയും കുറ്റബോധവും വളരെ വലുതായിരുന്നു. താൻ ഭീരുവാണെന്ന് സ്വന്തം മക്കളോട് പറയേണ്ടി വരുമോ എന്ന ഭയം അവരെ സൈന്യത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചു. ഇവിടെ ശ്രദ്ധേയമായ ഒരു വൈരുദ്ധ്യമുണ്ട്. ഭരണകൂടം സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ അവരുടെ ഏറ്റവും ആഴമേറിയ വൈകാരിക ബന്ധങ്ങളെയും ദേശീയതയും ചൂഷണം ചെയ്തു. എന്നാൽ ഇതേ ഭരണകൂടം തന്നെയാണ് യുദ്ധാനന്തരം ഷെൽ ഷോക്ക് ബാധിച്ച് മാനസികാഘാതത്തിലായ സൈനികരെ അപ്രാപ്തർ എന്ന് മുദ്രകുത്തി തള്ളിപ്പറഞ്ഞത്. യുദ്ധത്തിന് വേണ്ടി വൈകാരികമായ ത്യാഗം ആവശ്യപ്പെടുകയും തിരികെ നീതി നിഷേധിക്കുകയും ചെയ്തത് ഭരണകൂടത്തിൻ്റെ കപടത വ്യക്തമാക്കുന്നു. കൂടാതെ സൈനികരുടെ പ്രണയലേഖനങ്ങൾ യുദ്ധത്തിൻ്റെ തീവ്രമായ വൈകാരിക ലോകം തുറന്നു കാട്ടി. ബിയാട്രീസ്, എനിക്കായി ഒരു നല്ല ചിത്രം അയച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഒരു ബോംബെടുത്ത് ഫ്യൂസ് വെച്ച് വിഴുങ്ങും. ഇതാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് ചെയ്യാനുള്ള വഴി, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് ഒരു സൈനികൻ തൻ്റെ പ്രണയിനിക്ക് എഴുതിയത് കിടങ്ങുകളിലെ കടുത്ത സമ്മർദ്ദത്തിലും അവർ പ്രണയത്തിൻ്റെ പിടിവള്ളിയിൽ തൂങ്ങിക്കിടക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഒന്നാം ലോക മഹായുദ്ധം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യുദ്ധം ആരംഭിച്ച സമയത്ത് മിക്ക സ്ത്രീകൾക്കും വോട്ടവകാശമോ സൈനിക പോരാട്ട പദവികളോ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ദശലക്ഷക്കണക്കിന് പുരുഷന്മാർ യുദ്ധമുഖത്തേക്ക് പോയപ്പോൾ ഉൽപാദന രംഗത്തെ ആവശ്യം വർദ്ധിച്ചു. ഇത് സ്ത്രീകൾക്ക് രാജ്യത്തെ സേവിക്കാനും ഒപ്പം കൂടുതൽ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നേടാനും ഒരു അവസരമായി മാറി. സ്ത്രീകൾ മുൻപ് പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ഫാക്ടറി ജോലികൾ, യുദ്ധോപകരണ നിർമ്മാണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ പ്രവേശിച്ചു. ഉദാഹരണത്തിന് ജർമ്മൻ ആയുധ നിർമ്മാതാക്കളായ ക്രൂപ്പിൽ 1914 സ്ത്രീ തൊഴിലാളികൾ ഇല്ലായിരുന്നുവെങ്കിൽ 1917 അവരുടെ 1,75,000 തൊഴിലാളികളിൽ 30% സ്ത്രീകളായിരുന്നു. ബ്രിട്ടനിലും 1914 ജൂലൈയിൽ 3.3 ദശലക്ഷം സ്ത്രീകൾക്ക് ശമ്പളമുള്ള ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ 1917 ജൂലൈ ആയപ്പോഴേക്കും അത് 4.7 ദശലക്ഷമായി ഉയർന്നു. മുന്നണിയിൽ നഴ്സുമാർ, ഡോക്ടർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, വിവർത്തകർ എന്നീ നിലകളിലും സ്ത്രീകൾ സേവനമനുഷ്ഠിച്ചു. ചിലർക്ക് രാജ്യസേവനം ലക്ഷ്യമായിരുന്നു എങ്കിൽ ഗ്രേസ് ഹോളം എന്നൊരു പെൺകുട്ടിക്ക് യൂണിഫോമിനോടുള്ള ഇഷ്ടം കാരണം റോയൽ എയർഫോഴ്സിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. 17 വയസ്സാണ് പ്രായപരിധി എങ്കിലും വെറും 15 വയസ്സായിരുന്ന അവൾക്ക് വേണ്ടി അമ്മ പ്രായം കള്ളം പറഞ്ഞ് അവളെ ചേർത്തു. യുദ്ധത്തിൻ്റെ ആവശ്യകത സാമൂഹിക വിലക്കുകളെ തകർത്തു. സ്ത്രീകൾക്ക് മുൻപ് നിഷേധിക്കപ്പെട്ടിരുന്ന തൊഴിലുകളിൽ പ്രവേശനം, സ്വന്തം കഴിവ് തെളിയിക്കാൻ സാധിച്ചു. ഇത് അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഒടുവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കും വഴിയൊരുക്കി. 1918 നവംബർ 11 വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ലോകം 4 വർഷത്തെ ഭീകരതയുടെ കണക്കെടുപ്പായിരുന്നു.
ഈ യുദ്ധം രാഷ്ട്രീയ അതിരുകൾ മാറ്റിവരച്ചു. എന്നാൽ അതിലുപരി ഒരു തലമുറയുടെ മനസ്സിലും ശരീരത്തിലും മായാത്ത മുറിവുകൾ അവശേഷിപ്പിച്ചു. ലോകമഹായുദ്ധം യൂറോപ്പിന്റെ ജനാധിപത്യ ഘടനയിൽ വരുത്തിയ ആഘാതം ഭീകരമായിരുന്നു. ജർമ്മനിക്ക് അവരുടെ സജീവ പുരുഷന്മാരുടെ സംഖ്യ 15.1% നഷ്ടമായി. ഓസ്ട്രിയ ഹംഗറിക്ക് 17.1% നഷ്ടപ്പെട്ടു. ഫ്രാൻസിന് 10.5%, ബ്രിട്ടന് 5.1% നഷ്ടമുണ്ടാക്കി. ഇത് സൈനികരുടെ കണക്ക് മാത്രമാണ്. ഏകദേശം 5 ദശലക്ഷത്തോളം സാധാരണ പൗരന്മാരും യുദ്ധാനന്തര കാരണങ്ങളാൽ മരിച്ചതായി കണക്കാക്കുന്നു. കൂടാതെ യുദ്ധകാലയളവിൽ ജനനനിരക്ക് കുത്തനെ കുറഞ്ഞു. ഒരു തലമുറ തന്നെ ഇല്ലാതായ ഒരു അവസ്ഥയാണിത്. ഇത് മനുഷ്യന്റെ വില കണക്കിലെടുക്കുമ്പോൾ യുദ്ധത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എത്ര നിസ്സാരമായിരുന്നു എന്ന് തോന്നിപ്പോകും. യുദ്ധം അവസാനിച്ചതിനേക്കാൾ ഭീകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചത് സമാധാന ഉടമ്പടിയായിരുന്നു. 1919 വേഴ്സായ് ഉടമ്പടി ആർട്ടിക്കിൾ 231 പ്രകാരം യുദ്ധത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം ജർമ്മനിക്കും സഖ്യകക്ഷികൾക്കുമായിരുന്നു. ഈ വ്യവസ്ഥ വാർ ഗിൽറ്റ് ക്ലോസ് എന്ന് അറിയപ്പെട്ടു. ഈ റിപ്പോർട്ട് ജർമ്മൻ ജനതയിൽ കടുത്ത രോഷവും നീരസവും സൃഷ്ടിച്ചു. തങ്ങൾ മാത്രമാണ് യുദ്ധത്തിന് ഉത്തരവാദികൾ എന്ന ധാരണ ജർമ്മൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാനസികവും രാഷ്ട്രീയവുമായ ഭാരമായി നിലകൊണ്ടു. വേഴ്സായ് ഉടമ്പടിയിലെ ഈ വ്യവസ്ഥയ്ക്കെതിരായ വൈകാരിക പ്രതികരണം ജർമ്മൻ രാഷ്ട്രീയക്കാർ പ്രചാരണത്തിനായി ഉപയോഗിച്ചു. ജർമ്മനിയിൽ പ്രതികാര ചിന്തകൾക്ക് വളമേകാൻ ഇത് കാരണമായി. നയതന്ത്രപരമായ പ്രതികാരം ജർമ്മൻ ജനതയുടെ മനസ്സിനെ കൂട്ടമായി മുറിവേൽപ്പിച്ചു. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ച സമാധാന ഉടമ്പടി തന്നെ അടുത്ത ലോകമഹായുദ്ധത്തിൻ്റെ വിത്തുകൾ പാകി എന്ന നിരീക്ഷണത്തിലേക്ക് ഇത് നമ്മെ എത്തിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം ആ ദുരന്തത്തിൻ്റെ ശേഷിപ്പുകൾ നേരിട്ട് കാണാൻ സാധിക്കുമ്പോഴാണ് ചരിത്രത്തിൻ്റെ തീവ്രത നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഫ്രാൻസിലെ വെർദൂൺ പോലുള്ള യുദ്ധങ്ങളിൽ ഇന്നും ഭീകരതയുടെ ഓർമ്മപ്പെടുത്തലുകൾ നിലനിൽക്കുന്നു. 1916 10 മാസത്തെ പോരാട്ടത്തിൻ്റെ തീവ്രത ഇവിടുത്തെ കോട്ടകളിൽ ഇന്നും അനുഭവിക്കാം. ഫ്രഞ്ച്, ജർമ്മൻ സൈനികർ ഒരേപോലെ പോരാടിയ യുദ്ധത്തിൻ്റെ ആധികാരികമായ അനുഭവങ്ങളിലേക്ക് ഫോർട്ട് ഓഫ് ഡൗമോണ്ട് പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വെസ്റ്റേൺ ഫ്രണ്ടിലെ കിടങ്ങുകൾ വെറും 7 മീറ്റർ അകലത്തിലായിരുന്ന ലേ ലിഞ്ച് പോലുള്ള സ്ഥലങ്ങൾ ഇരു സൈന്യങ്ങളും തമ്മിലുള്ള ദൂരം കേവലം ഒരു കയ്യെത്തും ദൂരമായിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മഹായുദ്ധം സമ്മാനിച്ച ഏറ്റവും വലിയ പാഠം മനുഷ്യന്റെ ദുരന്തം കിടങ്ങുകളിലെ മരണത്തിലോ ഉടമ്പടികളിലെ രാഷ്ട്രീയ വൈരാഗ്യത്തിലോ ഒതുങ്ങുന്നില്ല എന്നതാണ്. മറിച്ച് അത് തലമുറകളോളം നീണ്ടുനിന്ന മാനസിക ആഘാതങ്ങളിലും ചരിത്രം വിസ്മരിച്ച കോളനി സൈനികരുടെ ത്യാഗങ്ങളിലും അടുത്ത സംഘർഷത്തിനായി കാത്തിരുന്ന രാഷ്ട്രീയ വിദ്വേഷത്തിലുമാണ്. ലോകത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ പ്രതീക്ഷകളെ തകർത്തെറിയുന്ന ഈ യുദ്ധം മനുഷ്യൻ എന്ന നിലയിൽ നാം ആരായിരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാൻ നമ്മെ നിർബന്ധിപ്പിക്കുന്നു.